നമസ്കാരം. ഹെൽത്ത് റിസർച്ച് കോർണറിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ സന്ദേശം ക്യാൻസർ ചികിത്സയെക്കുറിച്ച് ആണ്. ക്യാൻസർ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ചികിത്സിച്ച് പലപ്പോഴും പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മാറ്റാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. എന്നാൽ എന്തൊക്കെ തരം ചികിത്സകൾ ക്യാൻസറിന് ലഭ്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് പൊതുവെ പൊതുജനങ്ങൾക്കുള്ള അവബോധം കുറവാണ്. പല രീതിയിൽ ക്യാൻസർ ചികിത്സിക്കപ്പെടാറുണ്ട്. ചിലപ്പോൾ ക്യാൻസർ ബാധിച്ച അവയവം മുറിച്ചു മാറ്റേണ്ടി വരും സർജറി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ കരിച്ചു കളയുന്ന രീതിയുണ്ട്. റേഡിയേഷൻ തെറപ്പി എന്ന് നമ്മൾ പറയുന്നു. ഇതല്ലാതെ തന്നെ കീമോതെറപ്പി, മരുന്നുകൾ കുത്തിവെച്ച് ശരീരത്തിലേക്ക് ക്യാൻസറിനെതിരായ മരുന്നുകൾ, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന മരുന്നുകൾ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയാണ് കീമോതെറപ്പി എന്ന് പറയുന്നത്. പലപ്പോഴും ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരിക്കും ക്യാൻസർ രോഗിക്ക് കൊടുക്കേണ്ടി വരിക. അത് അതിൻ്റെ തീവ്രതയും സീരിയസ്നെസ്സും ഗ്രേഡും എല്ലാം അനുസരിച്ച് ഡോക്ടർമാർ നിശ്ചയിക്കുന്ന രീതിയാണ് അവലംബിക്കേണ്ടത്. ഇപ്പോൾ ഇത് കൂടാതെ തന്നെ ഇമ്മ്യൂണോതെറപ്പി എന്നൊരു രീതിയും ക്യാൻസറിന് അടുത്ത കാലത്തായിട്ട് വികസിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാനും നശിപ്പിക്കാനും കഴിവുള്ള രീതിയിലുള്ള ആൻറ്റിബോഡികളെ ഉൽപ്പാദിപ്പിച്ച് ശരീരത്തിലേക്ക് കടത്തുന്ന ചികിത്സയാണ് ഇമ്മ്യൂണോതെറപ്പി എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും അധികം ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് ക്യാൻസർ ചികിത്സ. അതുകൊണ്ട് തന്നെ പല പുതിയ കാര്യങ്ങളും ദിവസേന എന്നോണം പുതിയ ജേണലുകളിലും മറ്റും പ്രസിദ്ധീകൃതമാവുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്നില്ല. പലപ്പോഴും ക്ലിനിക്കൽ ട്രയലുകൾ നടന്നു കഴിഞ്ഞ് അതിനൊരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലേ ആ മരുന്ന് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ കോശങ്ങൾക്ക് അതിന് യോജിച്ച രീതിയിലുള്ള ആൻറ്റിബോഡികൾ കുത്തിവയ്ക്കുക എന്നുള്ളതാണ് ആ ചികിത്സയുടെ. അത് പലതരത്തിലുള്ള ആൻറ്റിബോഡികൾ, മോണോക്ലോണൽ ചികിത്സകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിലേക്കെല്ലാം വളരെ ചിലവുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോലും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പല തരത്തിലുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ക്യാൻസർ സെല്ലുകളെ നേരിടുന്ന ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ടി സെല്ലുകൾ എന്ന് പറയപ്പെടുന്ന ഈ ശ്വേത അണുക്കൾ. അവ ക്യാൻസറിനെ തേടിപ്പിടിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോശങ്ങൾ രോഗിയുടെ ശരീരത്തിൽ പലപ്പോഴും പ്രവർത്തിക്കാതെ ആകുമ്പോഴാണ് ക്യാൻസർ പടർന്നു പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ ഈ ടി സെല്ലുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അവയെ പ്രത്യേകമായി ലാബിൽ വെച്ച് ട്രീറ്റ് ചെയ്ത് തിരിച്ചും അവയെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള ശക്തി അവയ്ക്ക് പകർന്നു കൊടുത്ത് തിരിച്ച് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ചികിത്സകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇവയെല്ലാം തന്നെ പക്ഷേ വളരെ ചുരുങ്ങിയ തോതിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സെൻറ്ററുകളിൽ മാത്രമേ ലഭ്യമായി തുടങ്ങിയിട്ടുള്ളൂ. ചിലവും കൂടുതലാണ്. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത് ക്യാൻസർ ചികിത്സ ദിവസമേന എന്നോണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം ക്യാൻസറിൻ്റെ എണ്ണം അതിനോടൊപ്പം ക്യാൻസർ ചികിത്സകരുടെയും ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങളുടെയും ലഭ്യത വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഗവൺമെൻറ് സെൻറ്ററുകൾ കുറവാണ്, മറ്റ് സെൻറ്ററുകളിൽ ചിലവ് കൂടുതലാണ്. അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പലർക്കും ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാക്കേണ്ടിരുന്ന ചികിത്സ കിട്ടാതെ പോകുന്നു എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോകുന്നതും ക്യാൻസർ ചികിത്സയ്ക്ക് വിഘാതമായി വരുന്ന, കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചികിത്സ കൊണ്ട് ഫലമില്ലാതെ ആകുന്ന ഒരു സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്യാൻസർ ചികിത്സിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലാതെ പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യം. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും 20 കൊല്ലത്തെ മുമ്പത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഇന്ന് ക്യാൻസർ അത്ര നമുക്ക് നിരാശ തോന്നേണ്ട ഒരവസ്ഥയല്ല. പല കാര്യങ്ങളിലും പല ചികിത്സകളും ലഭ്യമാണ്. പൂർണ്ണമായി ഭേദമായില്ലെങ്കിൽ പോലും ഈ ക്യാൻസറിനെ നിയന്ത്രിച്ചുകൊണ്ട് മറ്റേതൊരു ദീർഘസ്ഥായി രോഗം പോലെ, ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ വന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുന്നില്ല. പക്ഷേ അത് വെച്ചുകൊണ്ട് 10-20 കൊല്ലം ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ള ചില അവസ്ഥകൾ ചില ക്യാൻസറിൻ്റെ കാര്യത്തിലെങ്കിലും നമുക്കിപ്പോൾ സാധിക്കും. മരുന്നെല്ലാം കഴിച്ച് ചികിത്സയോടുകൂടി തന്നെ ഒരുപാട് വർഷം ജീവിച്ചിരിക്കാൻ പറ്റും.
അതുകൊണ്ട് ആകെയുള്ള ക്യാൻസറിൻ്റെ 1/3 നമുക്ക് നമ്മുടെ ജീവിതശൈലി പുകവലി ഒഴിവാക്കൽ, മദ്യപാനം ഒഴിവാക്കൽ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ കൊണ്ടും പ്രതിരോധിക്കാൻ പറ്റും. വേറെ ഒരു വലിയ ശതമാനത്തിനെ നമുക്ക് ചികിത്സിച്ച് നിയന്ത്രിച്ച് വയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ശരിയായി അപകടകരമായ രീതിയിൽ വളരുന്നത് വളരെ ചുരുങ്ങിയ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പ്രത്യാശയ്ക്ക് വഴി നൽകുന്നു. പക്ഷേ ഇതിലേറ്റവും നിരാശാജനകമായ കാര്യം, പല ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് വ്യാജ ചികിത്സയിൽ യാതൊരു തെളിവുമില്ലാത്ത അവകാശവാദങ്ങളുമായി വരുന്ന വ്യാജ ചികിത്സകരുടെ പിടിയിൽപ്പെട്ട് അവരുടെ സമയവും സമ്പത്തും എല്ലാം നശിപ്പിച്ച് അവസാനം നമുക്ക് നിയന്ത്രിക്കാവുന്ന ഒരു ക്യാൻസർ കൂടുതൽ വഷളായി പ്രശ്നമാകുന്ന രീതിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം.